കർത്താവ് നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെയും വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ദൈവം നമുക്ക് അഭയശിലയാകണം. ദൈവത്തിൻ്റെ വചനം നമുക്ക് അടിസ്ഥാനമായി മാറണം. ഇത് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് നിവൃത്തിയാകും. ഉൽപ്പത്തി പുസ്തകം 15 ആദ്യ വചനം വായിക്കുമ്പോൾ അബ്രാമിൻ്റെ അടുത്ത് ദൈവം പറയുന്നൊരു കാര്യം, ദൈവം അബ്രാമിന് കൊടുത്ത ഒരു വാഗ്ദാനം കാണാൻ സാധിക്കും. അബ്രാം, ഞാൻ നിനക്ക് പരിചയമായിരിക്കും. നമുക്കറിയാലോ, 17-ാം അധ്യായം വരെ അബ്രാം അബ്രാം എന്നാണ് വിളിച്ചിരുന്നത്. 17-ാം അധ്യായം തുടങ്ങിയാണ് പിന്നെ അബ്രാഹം എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ കാണുക. ഞാൻ നിനക്ക് പരിചയമായിരിക്കും. അബ്രാഹം അത് വിശ്വസിച്ചു, ഏറ്റെടുത്തു. എൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പലവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. സന്തോഷം പകരുന്ന കാര്യം മാത്രമല്ല, വേദനാജനകമായ കാര്യങ്ങളുണ്ടായി. 22-ാം അധ്യായം 16-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന് ദൈവം കൊടുത്ത വലിയൊരു വാഗ്ദാനം. ഞാൻ നിന്നോട് ശപഥം ചെയ്ത് പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എൻ്റെ കാരണം നമുക്കറിയാം. കാരണം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഏകമകനെ പോലും നീ എന്നിൽ നിന്ന് മാറ്റിവെക്കാതെ, നിൻ്റെ ഏകമകനെ എന്നെക്കാളുപരി നീ സ്നേഹിക്കാതെ, ഞാൻ പറഞ്ഞതനുസരിച്ച് ബലി കഴിക്കാൻ പോലും നീ മുമ്പോട്ട് വന്നു. അതുകൊണ്ട് നിന്നോട് ഞാൻ ശപഥപൂർവ്വം പറയുന്നു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നമുക്കറിയാം, ചെറിയ തുക കൊടുത്താൽ നമുക്ക് എന്നാ കിട്ടാൻ പോകുന്നത്? വലിയ തുക കൊടുത്താണ് വിലപിടിപ്പുള്ള പലതും. ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ കൊടുക്കും പോലെയല്ല, സ്വർണ്ണക്കടയിൽ കയറി സ്വർണം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ പോലെ അബ്രാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം, അബ്രാഹത്തിന് ദൈവം കൊടുത്ത മകൻ, അതെല്ലാം കഴിഞ്ഞിട്ടും അബ്രാഹം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരുന്നില്ല. ദൈവത്തെ മറന്നൊന്നും മറ്റുള്ളവരെയോ ഈ ലോകവസ്തുക്കളെയോ സ്നേഹിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അബ്രാഹത്തിന് ലഭിച്ചത്. നമ്മൾ കാണുന്നുണ്ട് ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം എടുത്താൽ 5-ാമത്തെ വചനം പറയുന്നത്, വേണമെങ്കിൽ നിനക്ക് നിൻ്റെ കഴിവിൽ ആശ്രയിച്ച് ജീവിക്കാം. പക്ഷേ നീ എങ്ങനെയായിരിക്കും? മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയായിരിക്കും. വേണമെങ്കിൽ നിനക്ക് ഈ ജലാശയത്തിൻ്റെ സൈഡിൽ വളരുന്ന മരം പോലെ അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിനക്ക് വേണമെങ്കിൽ ജീവിക്കാം. അതാരാ? അത് കർത്താവിൽ ആശ്രയിക്കുന്നവർ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, അവരാറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അപ്പം അതുകൊണ്ട് ഇതിൽ ഏത് വേണം എന്നുള്ളത് നാം തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സുവിശേഷ ഭാഗം കർത്താവ് നമ്മളോട് പറയുകയാണ്, വേണമെങ്കിൽ നിനക്ക് വചനം കേട്ടുപോകാം, വേണമെങ്കിൽ നിനക്ക് വചനം അനുസരിക്കുന്ന വ്യക്തിയായി മാറാം. ദൈവത്തിൻ്റെ വചനം കേട്ടുപോകുന്നവരല്ല. യാക്കോബ് ശ്ലീഹ
1-ാം അധ്യായത്തിൻ്റെ 22 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം കേട്ടിട്ട് അത് അനുസരിക്കാത്തവർ അവർ ആത്മവഞ്ചകരാണ്. നമ്മൾ അങ്ങനെയല്ല ജീവിക്കേണ്ടത്. ദൈവമക്കളായി മാറുന്നത് ആ വചനം നമ്മൾ ഏറ്റെടുത്ത് ജീവിക്കുമ്പോഴാണ്. പറയുന്നുണ്ട്, നമുക്ക് ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വചനം അനുസരിക്കുന്നവരായി മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മത്തായി 7-ാം അധ്യായത്തിൻ്റെ 23 നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറഞ്ഞൊരു കാര്യം, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക. ഇതേതാ ഈ അനീതി? ഇവിടെ പറമ്പിൽ പണിയെടുത്തവന് കൂലി കൊടുക്കാതിരുന്നതാണോ? ആരുടെയെങ്കിലും നമ്മൾ പിടിച്ചെടുത്തതാണോ? മറ്റുള്ളവരുടെ അവകാശം കൊടുക്കാതിരുന്നതാണോ? ഉത്തരിപ്പ് കടമാണോ? ഒന്നുമല്ല. ഇവിടെ ഈ അനീതി എന്ന് പറയുന്നത് നീ വചനം കേട്ടിട്ട് അതനുസരിക്കാതിരുന്നതാണ്. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന വചനം ജീവിക്കാനുള്ള ആ ഒരു ദൃഢനിശ്ചയം അത് നമുക്കുണ്ടാകണം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ചിലർ വചനം കേൾക്കും, അതുപോലെ തന്നെ ബൈബിൾ വായിക്കും. ഇതെല്ലാം ചെയ്യുന്നത് ജീവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല. നമ്മളാ വായിക്കുന്നത് ജീവിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. അങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ഒരവസ്ഥ ഈ വിശുദ്ധം പറയുന്നുണ്ട്, ആ വചനം നിന്നെ കൊല്ലും. ജീവിക്കാൻ ഉദ്ദേശമില്ലാതെ വചനത്തെ സമീപിച്ചാൽ, അത് വചനം കേൾക്കുന്നതായിരിക്കാം, വായിക്കുന്നതായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് നിന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞു. അത് ശരിക്കും അതിൻ്റെ സന്ദേശം അദ്ദേഹം നൽകുന്നത് നമ്മൾ വചനം പ്രാവർത്തികമാക്കുന്നവരായിട്ട് മാറണം. നമ്മൾ സംസാരിക്കുന്നതിലല്ല, അതിനേക്കാൾ ഉപരി നമ്മളത് ജീവിക്കുന്നതിലാണ് കാര്യം. 2 പുത്രന്മാരുടെ ഉപമ, അതിൻ്റെ കാതലായ സന്ദേശം എന്താ? സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നതാണ് കൂടുതൽ ശക്തം എന്നുള്ള ആ സന്ദേശമാണ്. നമുക്കാണെങ്കിൽ സാധിക്കുകയും സംസാരിക്കുന്നതിനേക്കാൾ പ്രവർത്തിക്കുന്നത് ശക്തമാണെങ്കിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു കാര്യം കൂടിയുണ്ട്. അത് വിസ്മരിക്കരുത്. പലരും അത് അറിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ശരിക്കും പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തമായൊരു കാര്യമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ ചങ്ക് പൊട്ടി അധ്വാനിച്ചാൽ ഉണ്ടാകാത്തത് പോലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നടത്തി തരുന്ന അനുഭവം ഉണ്ടാവും. പറയുന്നുണ്ട്, അതിന് സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഓടി നടക്കേണ്ടത്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത് നമ്മൾ മർക്കോസ് 3:14 വായിക്കുമ്പോൾ കാണാൻ പറ്റും. തന്നോട് കൂടെ ആയിരിക്കാൻ, അതിഭാഗത തന്നോട് കൂടെ ആയിരിക്കുക. എന്താണ് ഈ തന്നോട് കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥിക്കുക. അതിനുശേഷമാണ് പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വിസ്മരിക്കുന്നവരാണ്. അവർക്ക് ജോലി കാരണം പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. ഒരുപാട് ജോലി ചെയ്ത് അവസാനമാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മടുത്തിട്ട് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കും. കാരണം പറയുന്നത് അത് വല്ലാതെ ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. ചില ജ്ഞാനികൾ അവർ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, രാവിലെ തന്നെ ഞാനിത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നടക്കാതെ പോകും. ഏതാ? പ്രാർത്ഥന. പറയുന്നുണ്ട്, അവർ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റാൽ ആദ്യത്തെ പ്രോഗ്രാം പ്രാർത്ഥന. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ വരെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അന്നത്തെ ജോലി കാര്യങ്ങളിലേക്ക് വ്യാപരിച്ച വ്യക്തികളുണ്ട്. അവരാണ് ജ്ഞാനികൾ. അങ്ങനെയുള്ളവർ ചിലപ്പോൾ 10 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്നത് 5 മണിക്കൂർ കൊണ്ട് ചെയ്യാനുള്ള കൃപ സ്വീകരിക്കുക. അപ്പോൾ ലാഭമല്ലേ? വേറെ ചിലർ 24 മണിക്കൂർ കിടന്ന് അധ്വാനിച്ചിട്ടും റിസൾട്ട് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ അധ്വാനത്തോടൊപ്പം ചേരാതെ വരുമ്പോഴാണ് ഇതുപോലത്തെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുക. ഒരു മനുഷ്യൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഓർക്കാണ്, 24 മണിക്കൂറും വേണം പുള്ളി ജോലി ചെയ്യും. പക്ഷേ ഒരു 24 മിനിറ്റ് ആ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അതിന് കൂടാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് വേണം ജോലി ചെയ്യാം. അങ്ങനെ താല്പര്യം കാണിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഇവരാരും ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ആകില്ല. ഇന്നത്തെ ആദ്യ വായനയുടെ കാതലായ സന്ദേശവും അതാണ്. നമ്മുടെ ഹൃദയത്തിൽ വചനം നിറച്ച് ആ ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഏറ്റവും സുരക്ഷിതരാകുന്നത്. നമുക്ക് ഹൃദയത്തിൽ വചനസമൃദ്ധി വേണം. കൊളോസസ് 3:16 വായിച്ചാൽ, നീ എന്ത് കാര്യം ചെയ്താലും ഹൃദയത്തിൽ വചനസമൃദ്ധി ഉണ്ടെന്ന്
ഉറപ്പാക്കുക. അതിരാവിലെ തന്നെ വചനം കേട്ട് വചനം വായിച്ച് അത് ധ്യാനിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ വ്യാപാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനസമൃദ്ധി നമ്മെ ഒരുപാട് സഹായിക്കും. പാപത്തിൽ വീഴാതിരിക്കാൻ സഹായിക്കും. സങ്കീർത്തനം 119 അതിൻ്റെ 11 വചനം പറയുന്നത്, പാപത്തിൽ വീഴാതിരിക്കാൻ എനിക്കറിയാം ഞാൻ എന്താ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്യും. കർത്താവിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കും. ഇങ്ങനെ നമ്മൾ സുരക്ഷിതരാകാനുള്ള വഴികളൊക്കെ വചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ പറ്റും. അവരുടെ കുടുംബം, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ വരും തലമുറ പോലും സുരക്ഷിതമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം.